ഹലോ ഗൈസ്, നമ്മളെ മക്കളെ വഴക്ക് പറയാറുണ്ടല്ലേ? അടുക്കി വെക്കുന്നില്ല, പഠിക്കുന്നില്ല, വീട്ടിൽ നിന്ന് ഒരു ദിവസം ഒരു ജോലിയും ചെയ്യത്തില്ല. നിങ്ങൾ എന്താ മക്കളെ ഇതെന്ന് വെച്ച് നമ്മൾ പല തവണ വഴക്ക് പറയാറുണ്ട്. ചില കുഞ്ഞുങ്ങൾ അത് സെന്റിമെന്റലായി കണ്ട് കരഞ്ഞു തീർക്കാറുണ്ട്. ചിലർ അതിനെ കാര്യമായി കണ്ട് ചിലപ്പോൾ അത് നേരെയാക്കി ചെയ്യാറുണ്ട്. ചിലർ ആ പറയുന്നതിനെ കേട്ട് കുറേ നേരം നിന്നിട്ട് അതുപോലെ മിണ്ടാതങ്ങ് പോകുന്ന മക്കളുണ്ടല്ലേ? നമ്മളും ഇതുപോലെ തന്നെ എല്ലാം വാരി വലിച്ചിട്ടും വസ്ത്രങ്ങളൊന്നും അടുക്കി വെക്കാതെയും അതുപോലെ തന്നെ ഉമ്മാടേന്നും വാപ്പാടേന്നും ഒക്കെ മാതാപിതാക്കളിൽ നിന്നും വഴക്ക് കേട്ട് വളർന്നു വന്നവർ തന്നെയാണല്ലേ. ചിലർ നേരെയായി, ചിലർ നേരെയാകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും. അങ്ങനെയൊക്കെ അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ മക്കൾ ഉള്ള ഇടം, എൻ്റെ വീട്, അതായത് നമ്മുടെ വീട്, അവിടെ കുഞ്ഞുങ്ങൾ ഒരു നിമിഷം ഒന്നും ഇല്ലാതായി നോക്കിയേ. അവർ വലിച്ചു വാരിയിടുന്ന, അവർ മെസ്സപ്പാക്കുന്ന ഓരോ സ്ഥലങ്ങളും നമ്മൾ ചലനമറ്റ് കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. അവരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വഴക്ക് കൂടാനുള്ള സമയം കഴിഞ്ഞേനെ. അതുപോലെ തന്നെ അതടിക്ക് ഇതടിക്ക് വെക്ക്, നല്ലപോലെ ശ്രദ്ധയോടുകൂടി ജീവിക്കുക, അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ വരെ ചിലപ്പോൾ നിശബ്ദരായിരിക്കും അല്ലേ. അപ്പോൾ ഒന്നാണ് ആ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ മക്കളില്ലാത്തൊരു സമയം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ അവർ സ്കൂളിൽ പോകുന്ന ടൈമിൽ നമ്മളെ വീട് നിശബ്ദമായിരിക്കും. അവരുടെ സാധനങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ, അവരുടെ കളിക്കുന്ന കളിപ്പാട്ടങ്ങളെല്ലാം അനങ്ങാതെ അങ്ങനെ ഇരിക്കും. പക്ഷേ നമ്മളെ മക്കളുള്ള അനക്കമുള്ള ഒരു വീടല്ലേ നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.